എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് അടിപൊളി ഒരു ഫേസ് മസാജാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അതായത് റിങ്കിൾസ് കുറയാനായിട്ടും കവളൊക്കെ നന്നായിട്ട് തുടുത്ത് വരാനായിട്ടുള്ള നല്ലൊരു മസാജാണ്. ഇത് സ്പൂൺ വെച്ചാണ് ചെയ്യുന്നത്, അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമ്മളിത് മസാജ് കൊടുക്കുമ്പം തന്നെ കൊടുത്ത് കഴിയുമ്പം തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ആ ഒരു ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കിക്കോ. അതിനുശേഷം നമ്മളിത് പതിവായിട്ട് ചെയ്തു പോകണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. ഏതൊരു കാര്യവും നമ്മൾ പതിവായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് അതിന് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അല്ലാതെ പെട്ടെന്ന് ചെയ്ത് ഒരിക്കലും നിർത്തരുത്. വളരെ സോഫ്റ്റായ രീതിയിൽ ഈസി ആയിട്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മസാജാണിത്. അപ്പോൾ ഇതിന് കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വേണം, അതിൻ്റെ പുറത്താണ് നമ്മൾ ഈ മസാജ് കൊടുക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അത്രയ്ക്ക് നല്ലൊരു ഫേസ് മസാജാണ്. നമ്മൾ ആദ്യം ഒരു വെളിച്ചെണ്ണ ഇട്ടുള്ള ഒരു കോക്കനട്ട് ഓയിൽ ഇട്ടുള്ള ഒരു മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറേ പേർക്ക് റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞ് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. പിന്നെ ചിലർക്ക് കുരുക്കൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ, ചിലർക്ക് എന്താ പറയുക, പിന്നെ വെളിച്ചെണ്ണ പിടിക്കുന്നില്ല, വെയിലത്ത് പോകുമ്പം കറക്കുന്നു എന്ന് പറയുന്നു. ഒരിക്കലും വെളിച്ചെണ്ണ ഏതൊരു എണ്ണ തേച്ചിട്ടാണെങ്കിലും ഒരിക്കലും നമ്മൾ വെയിലത്ത് പോകരുത്, കറുത്ത് പോകും. സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഓയിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ നല്ലതാണ്. വെർജിൻ കോക്കനട്ട് ഓയിൽ അറിയാമല്ലോ, നമ്മുടെ ആ ഒരു പിന്നെ തേങ്ങാപ്പാലിൽ നിന്നുള്ള ഒരു വെളിച്ചെണ്ണ എണ്ണയാണ്. അതുപോലെ തന്നെ ഇല്ലാത്തൊരു ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കുക. പിന്നെ ജോജോബ ഓയിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒലിവ് ഓയിൽ ഉപയോഗിക്കാം. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് തക്കാളി നീര് ഉപയോഗിച്ചും ചെയ്യാം. പക്ഷേ എണ്ണ ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് ഇതിന് റിസൾട്ട് കൂടുതൽ കിട്ടുന്നതെന്ന് ഓർക്കുക. ചിലവർക്ക് എണ്ണയൊക്കെ മുഖത്ത് ഉപയോഗിക്കുമ്പോൾ അലർജി ഉള്ളവരുണ്ടായിരിക്കും, അവർ ഒഴിവാക്കുക. എന്നിട്ട് സാധാരണ നമ്മുടെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ആ തക്കാളി നീരൊക്കെ ഉപയോഗിച്ച് മസാജ് ചെയ്യുക. പതുക്കെയാണെങ്കിലും അവർക്ക് റിസൾട്ട് കിട്ടും. പെട്ടെന്ന് റിസൾട്ട് കിട്ടത്തില്ല. എണ്ണ ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് ഇതിന് കൂടുതൽ റിസൾട്ടും ആ റിങ്കിൾസൊക്കെ പെട്ടെന്ന് കുറയാൻ സാധിക്കുന്നത്. ഞാൻ എൻ്റെ ഫേസിൽ ആണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു പിന്നെ ഇത് ചെയ്യുമ്പോൾ എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ അതാണ് നിങ്ങൾക്കും പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്കിന്നും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. നോർമൽ സ്കിന്ന്, ഡ്രൈ സ്കിന്ന്, ഓയിലി സ്കിന്ന്, കോമ്പിനേഷൻ സ്കിന്ന്, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു സ്കിന്നിന് പറ്റിയത് ഏതാണെന്ന് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് അതിനുള്ള ഓയിൽ നിങ്ങൾ തേച്ച് നോക്കുക. വെളിച്ചെണ്ണ നമുക്ക് ഏതാണല്ലോ അപ്ലൈ ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ അതിന് കുരുക്കൾ വരുന്നുണ്ടോ, അങ്ങനെയൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തേക്കുക. എന്നിട്ട് സാധാരണ ഞാൻ പറഞ്ഞ പോലെ തക്കാളി നീര് കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും ഒരു നമുക്ക് മുഖത്ത് ഫേസിൽ വഴുക്കാൻ കിട്ടുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ മസാജ് ചെയ്യുക. അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ആണെങ്കിലും മതി. നിങ്ങൾ ഏതാ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന അതാണെങ്കിലും മതി. അപ്പം നമ്മൾ കിടക്കുന്നതിന് മുമ്പിട്ട് മസാജ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ എഫക്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പം നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും അതുപോലെ ചെയ്താലായിട്ട്. ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്, അപ്പം വെളിച്ചെണ്ണ പറ്റുന്നില്ല, കുരുക്കൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ചില ഓരോരുത്തരുടെ സ്കിന്ന് വ്യത്യസ്തമായിരിക്കും. എനിക്ക് ഇവിടുന്ന് പറഞ്ഞു തരാനല്ലേ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളത് കണക്കാക്കി അതിൻ്റെ രീതിയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു മസാജ് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ കവൾ, ഒരുപാട് പേര് പറഞ്ഞാൽ കവൾ തുടുക്കാൻ എന്തേ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ കവൾ തുടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഒരു മസാജ് കൂടെ നമുക്ക് അതിൻ്റെ കൂടെ കൊടുത്തു പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കവൾ തുടുക്കുകയും അതുപോലെ തന്നെ റിങ്കിൾസ് കുറയുകയും ചെയ്യും. പിന്നെ ഇന്ന് ചെയ്തിട്ട് നാളെ ചുളിവുകൾ കുറയുമെന്നല്ല പറഞ്ഞത്, അതിന് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ കുറേ പേര് നമ്മുടെ 50 വയസ്സും 55 വയസ്സും അങ്ങനെയൊക്കെയാണ് കൂടുതലും പേര് വിളിക്കുന്നത്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടത്തില്ല. ചെറുപ്പക്കാരൊക്കെ 30 വയസ്സ് 35 വയസ്സൊക്കെ ചെയ്യുമ്പോൾ തുടങ്ങുന്നവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. പക്ഷേ ഏജ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പതുക്കെ മാറ്റം വരത്തുള്ളൂ. കാരണം ഓൾറെഡി റിങ്കിൾസൊക്കെ ആയിട്ടിരിക്കുന്നവരുടെ ഫേസിലൊക്കെയാണ് നമുക്ക് പതുക്കെ മാറ്റം വരത്തുള്ളൂ, പെട്ടെന്ന് റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ പതിവായി എന്ത് ചെയ്താലും പതിവായി ചെയ്തു പോവുക, എന്നാലേ നമുക്ക് ഏതൊരു കാര്യത്തിനും റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് അത് നല്ല രീതിയിൽ ചെയ്തു പോവുക, എന്നാലും നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. പിന്നെ എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ മസാജ് ചെയ്യാൻ എടുക്കാനായിട്ട് ഒരു സ്പൂണ് പാല് വേണം കേട്ടോ. ഒരു ടീസ്പൂൺ പാല് മതിയേ. അതിനകത്തേക്ക് നമുക്കിനി കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്തൂരി മഞ്ഞൾപ്പൊടിയോ ഇല്ലെങ്കിൽ നാടൻ മഞ്ഞൾപ്പൊടിയോ, പൊടിച്ച നാടൻ മഞ്ഞൾപ്പൊടിയോ എടുക്കണം. അതൊരു നുള്ളു മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം ഞാൻ കുങ്കുമപ്പൂ ഉണ്ട്. കുങ്കുമപ്പൂ ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റാണ്. അപ്പം നമുക്കൊരു ഒരു പിഞ്ച് കുങ്കുമപ്പൂ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കുങ്കുമപ്പൂ ഇട്ടതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ അതിൻ്റെ കളറെല്ലാം ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്കൊന്നൊരു മിക്സ് ചെയ്ത് വെക്കാവേ. അപ്പോൾ ഇച്ചിരി നേരം അവിടെ ഇരിക്കട്ടെ, അതിന് ശേഷം അടുത്തത് ഞാൻ കാണിക്കാം. അപ്പം ഞാനൊരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് എടുത്തപ്പോൾ കളർ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ ഇതിനകത്തേക്ക് നമുക്ക് അടുത്ത സാധനം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് നമ്മുടെ ഒരു
ഫേഷ്യൽ ഓയിലാണ്. വൈറ്റമിൻ ഇ ഫേഷ്യൽ ഓയിൽ എന്ന് പറയും. വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് കിട്ടും, നമുക്ക് സ്കാൾപ്പിൽ തേക്കാനുള്ളതും കണ്ണിനടി ഡാർക്കിനുള്ളതൊക്കെ കിട്ടും. അപ്പോൾ ഇത് ഫേഷ്യൽ ഓയിൽ എന്ന് പറഞ്ഞ് തന്നെ വാങ്ങിക്കണം. ഇത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. വൈറ്റമിൻ ഇ ഫേഷ്യൽ ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഫേഷ്യൽ ഓയിൽ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് വാങ്ങിക്കുക കേട്ടോ. മസാജൊക്കെ ചെയ്യുന്നതിന് നമ്മൾ ഈ ഒരു ഫേഷ്യൽ ഓയിൽ ടാബ്ലറ്റാണ് ഉപയോഗിക്കുന്നത്, വൈറ്റമിൻ ഇയുടെ. അപ്പോൾ അത് ഇങ്ങനെ ഇരിക്കും. ഇത് മേൽഭാഗം കട്ട് ചെയ്യണം, ഈ കൂർമ്മിച്ചിരിക്കുന്ന ഭാഗമാണ് കട്ട് ചെയ്യണത്, താഴെ കട്ട് ചെയ്യരുത്. നമുക്കിനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒറ്റ ഒരു ക്യാപ്സൂൾ മാത്രം മതി കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ആവശ്യത്തിന് മുഖത്ത് തേക്കാൻ ഇത് മതി. മസാജ് ചെയ്യാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത സാധനങ്ങൾ ഉണ്ടല്ലോ, എന്തൊക്കെയാണ്? കുങ്കുമപ്പൂവ്, അതുപോലെ തന്നെ പാല്, പച്ചപ്പാല്, കാച്ചിയ പാലല്ല, പച്ചപ്പാല്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഫേഷ്യൽ ഓയിൽ ക്യാപ്സൂള്, വൈറ്റമിൻ ഇ ഫേഷ്യൽ ഓയിൽ ക്യാപ്സൂൾ, അത് അങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ ഫേഷ്യൽ മസാജ് ചെയ്യുന്ന ആ ഒരു ക്യാപ്സൂളാണ്, മസാജ് ചെയ്യുന്ന ഓയിലാണത്. അപ്പം എന്തായാലും ഈ ഒരു മസാജ് നമുക്ക് ഡെയിലി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, 2 ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്ത് പോയാൽ മതി. ചെയ്യുന്ന ദിവസം നന്നായിട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. എന്നാലും നമുക്ക് കുറച്ച് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് വേണ്ടത് 2 സ്പൂണാണ്. ഞാൻ ഫ്രീസറിലൊന്ന് തണുക്കാൻ വെച്ചേക്കുവാണ്. അപ്പം നമ്മൾ ഫ്രീസറിൽ തണുപ്പിച്ച് വെച്ചിട്ട് വേണം നമ്മളിത് മസാജ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി റിസൾട്ട് കൂടുതൽ കിട്ടും. അപ്പം നമുക്ക് ഈ ഒരു സ്പൂണിൻ്റെ തണുപ്പ് പോവുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ഐസ് ക്യൂബ് എടുത്തൊരു ബൗളിൽ ഇട്ട് വെച്ചേക്കുക. എന്നിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് അതൊന്ന് മുക്കിയിട്ട് ശേഷം വീണ്ടും നമ്മൾ മസാജ് തുടരുക. അങ്ങനെയാണ് ഒരു മസാജ് ചെയ്യുന്നത്. എന്നാലേ അത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. മിക്സ് ചെയ്ത് വെച്ച സാധനം നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ കുങ്കുമപ്പൂവും പാലും അതുപോലെ തന്നെ ഫേഷ്യൽ ഓയിലൂടെ വൈറ്റമിൻ ഇ ഫേഷ്യൽ ഓയിലൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ലൊരു കളറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കളറൊന്നും അല്ല, നല്ല കടും കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ല തിളക്കം വരുവേ, നല്ലൊരു തിളക്കമായിരിക്കും ഇത് ചെയ്ത് കഴിയുമ്പോൾ. ഞാനിത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്തു പോകുന്നതാണ്. കാരണം എനിക്കിപ്പോൾ അങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്തു പോകേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നല്ല ചുളിവുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളവർ നമ്മുടെ കണ്ണിനടിയിലൊക്കെ ഇതിട്ട് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. മെയിനായിട്ട് ഇതിനെ കവിള് എടുത്ത് കാണിക്കാനുള്ള മസാജാണ് കൂടുതലും. കവിള് തുടുക്കാനുള്ളതും റിങ്സ് കുറയാനുള്ളത് ഒരു മസാജാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിലെല്ലാം ഇതുണ്ട് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ എടുത്തിട്ട് തണുക്കാൻ വെച്ചിരിക്കുന്ന സ്പൂൺ എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മസാജ് ചെയ്തെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതേണ്ട ഞാൻ ആ സ്പൂൺ ഇത് കണ്ട ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു, തണുത്തിരിക്കുവാണ് നന്നായിട്ട്. അപ്പം നമ്മുടെ അതേപോലത്തെ 2 സ്പൂൺ എടുക്കുക. മാറിപ്പോയത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടേക്ക് അരയുള്ള സ്പൂൺ എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് പോറലൊക്കെ ഉണ്ടാകും. നല്ല സോഫ്റ്റായിട്ട് ഇവിടെ നല്ല കട്ടിയുള്ള സ്പൂണും അതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്പൂണും എടുക്കുക. അരയുള്ള സ്പൂൺ എടുക്കരുത്, ഒന്നുകൂടെ പറയുകയാണ്. പിന്നെ അരയുള്ള സ്പൂൺ എടുത്തിട്ട് ഫേസിലൊക്കെ ഇട്ട് മസാജ് ചെയ്തിട്ട് മുറിഞ്ഞു പോയിന്നോ എന്നോട് പരാതി പറയരുത്. ഞാനെല്ലാം പറഞ്ഞ് വ്യക്തമായിട്ട് തന്നിട്ടാണ് ഇത് മസാജ് കാണിച്ചു തരുന്നത്. അപ്പം നല്ല കട്ടിയുള്ള സ്പൂണും ഒരേപോലെ ഇരിക്കുന്ന സ്പൂണും സൈഡിലൊന്നും അരവില്ലാത്ത സ്പൂണും എടുക്കാൻ ശ്രമിക്കുക. സൈഡിൽ തന്നെ അല്ല, ഇവിടെ ഒന്നും അരം കാണരുത്, മൊത്തമേ നല്ലൊരു സ്പൂൺ എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ പിടിക്കുക, തിരിച്ച് പിടിക്കുക. അപ്പോൾ ഈ അകമല്ല, പുറമാണേ. അത് നമ്മൾ ഇവിടുന്ന് ഒരു മസാജ് ഒരുപോലെ തന്നെ മസാജ് കൊടുക്കണം. ഏതൊരു മസാജും നമ്മൾ ചെയ്യുമ്പോൾ ഒരേ രീതിയിലാണ് കൊടുക്കേണ്ടത്. അപ്പം അപ്ലിഫ്റ്റ് ചെയ്തുള്ള മസാജാണ് ആദ്യം കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കഴുത്തിലും ചെയ്യാം. കഴുത്തിൽ ചെയ്യുമ്പോഴത്തേനും ഇവിടുന്ന് ഇങ്ങനെ ചെയ്തു പോകാം. അപ്പോൾ ഞാൻ എന്തായാലും കഴുത്തിലൂടെ ചെയ്ത് കഴുത്തിലും ഫേസിലുമായിട്ട് കാണിക്കും. അപ്പോൾ കഴുത്തിലൂടെ ഞാൻ കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ നമ്മൾ കഴുത്തിലൂടെ ഇത് കൊടുത്തിട്ട് കാണിക്കാം. അപ്പോൾ കഴുത്തിലൂടെ ചെയ്തു. എന്നിട്ട് നമ്മളിത് ഇതുണ്ടോ, ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ചെയ്യുക. നല്ല സുഖമാണ് ഈ ഒരു മസാജ് ചെയ്യുമ്പോൾ, നല്ലൊരു സുഖമാണ്. നിങ്ങൾക്കറിയാം തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു സുഖമാണ്. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒത്തിരി ഹാർഡായിട്ട് ചെയ്യേണ്ട, വളരെ സോഫ്റ്റായിട്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് ശേഷം നമ്മുടെ ഒരു കവളത്തോട്ട് തണുപ്പ് കുറയുമ്പോൾ നിങ്ങൾക്ക് ഐസ് ക്യൂബ് എടുത്തിട്ട് അതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് ചെയ്യണം, മറക്കല്ലേ. ഇതുണ്ടോ, നല്ലതായിട്ട് നമുക്ക് നമ്മുടെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു സ്പൂൺ വെച്ചിട്ട്. അപ്പോൾ ഒരേ രീതിയിൽ നമ്മൾ ഫേസിൽ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഒരു 20-25 പ്രാവശ്യം ചെയ്യണം കേട്ടോ. ഒരു സൈഡ് തന്നെ 20-25 പ്രാവശ്യം ചെയ്യണം. 1 2 3 4 അങ്ങനെ കേട്ടോ.
പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടുത്തെ റിങ്കിൾസൊക്കെ കുറയാനായിട്ട് നല്ലതാണ്. ഓൾറെഡി നമ്മൾ ഓയിൽ ആപ്ലിക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. മസാജിങ് ഫേഷ്യൽ ഓയിലൊക്കെ ചെയ്തല്ലോ. അപ്പം ഇങ്ങനെ എടുക്കാം. നല്ലൊരു സുഖമാണ്. നമ്മുടെ ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കൈ കൊണ്ട് ചെയ്യുന്നതിനെക്കാട്ടി നമുക്ക് നല്ലൊരു സ്മൂത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളെപ്പോഴും ഇവിടെ ബലം കൊടുക്കുക. ഈ ഒരു തണ്ടിൽ, അതായത് ഈ സ്പൂണിൻ്റെ തണ്ടിൽ നല്ല ബലം കൊടുക്കണം. എന്നിട്ട് നമുക്ക് ചെയ്യാവുള്ളൂ. ചെയ്യുന്നതിന് ബലം കൊടുക്കുക, സ്പൂണ് പിടിക്കുമ്പോൾ ബലം കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫേസ് ഇവിടെ ഈ സൈഡിലും ഇതുപോലെ തന്നെ കവളെടുത്ത് വിടുക. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ കവള അപ്ലിഫ്റ്റ് ചെയ്യുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ എടുത്ത് അപ്പോൾ നമുക്ക് തണുപ്പ് കുറയുമ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ മുക്കിയതിന് ശേഷം വീണ്ടും ചെയ്യാം. ഇതും അതുപോലെ 20 തവണ ചെയ്യണേ. കവിളാണ് കൂടുതൽ നമ്മൾ നോക്കേണ്ടത്. കവിള് കൂടുതൽ എടുത്തെടുത്ത് വിടുക. ഒരു 20 പ്രാവശ്യം ഇങ്ങനെ ചെയ്യാം. വീണ്ടും നമ്മൾ ഇങ്ങനെ ചെയ്യണം. വീണ്ടും നമ്മൾ ഈ സൈഡിലോട്ട് വരിക. വീണ്ടും 20 പ്രാവശ്യം ചെയ്യുക. ഈ ഒരു മസാജിൻ്റെ പ്രത്യേകത അതാണ്. ചെയ്യുന്ന ദിവസങ്ങളിൽ നമ്മൾ നന്നായിട്ട് ചെയ്യണം. ഇങ്ങനെ വെക്കുമ്പം കണ്ട ഇവിടെ അരം ഉണ്ടെങ്കിൽ നമുക്ക് മുറിയും. അതുകൊണ്ടാണ് ഞാൻ അരവില്ലാത്ത സ്പൂൺ എടുക്കാൻ നിങ്ങളോട് പറഞ്ഞത്. ആരും അരവുള്ള സ്പൂൺ എടുത്തേക്കരുത്. വക്കൊക്കെ നല്ല സോഫ്റ്റായ സ്പൂണേ എടുക്കാവുള്ളൂ. അതുപോലെ വീണ്ടും 20 പ്രാവശ്യം ചെയ്യുക. വീണ്ടും നമ്മുടെ കൈയൊക്കെ ചെറുതായിട്ട് കഴിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം വീണ്ടും മസാജ് തുടരുക. വീണ്ടും ഐസ് ക്യൂബിലോട്ട് ടിപ്പ് ചെയ്യണം. വീണ്ടും ഐസ് ക്യൂബിലോട്ട് നിങ്ങൾ മുക്കണം. ഐസ് വെള്ളമോ ഐസ് ക്യൂബാണെങ്കിൽ കുറച്ച് നേരം നിൽക്കും, അറിയാമല്ലോ. എന്നിട്ട് ഈ ഒരു മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം വരും. ഇനി നമുക്ക് അടുത്ത ഒരു മസാജ് ചെയ്യുന്ന ഇത് രണ്ടും ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ കൊടുക്കുക. സോറി, ഇവിടുന്ന് അപ്പോൾ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഒരു മസാജ് എടുക്കാം. കാരണം ഇവിടുത്തെ റിങ്കിൾസൊക്കെ കുറയാനായിട്ട് നല്ലതാണ്. ഇതൊരു 30 തവണ ചെയ്യണേ. ഇതൊരു 30 തവണ ചെയ്യണം. അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ മൂക്കിൻ്റെ ഇവിടെ നിന്നാണ്. അതും ഒരു 30 തവണ ചെയ്യണേ. ഇത് നമ്മൾ മുക്കിയതിന് ശേഷം വീണ്ടും ഇവിടുന്ന് തുടങ്ങുക. നന്നായിട്ടൊന്ന് എടുത്തിടുക. ഇങ്ങനെ ഞാൻ ഈ കാണിക്കുന്നത് തന്നെ ചെയ്യാവുള്ളൂ. കണ്ടോ, കവളൊന്ന് എടുത്ത് വിടണം. ഇത് ഒരു 30 തവണ ചെയ്യണം. വീണ്ടും നമ്മുടെ ഈ സൈഡ് കൊണ്ട് വീണ്ടും ചെയ്യുക. കാരണം കൂടുതലും കവിള് തുടുക്കാനായിട്ടാണ് നമ്മളിത് മസാജ് കൊടുക്കുന്നത്. ഇത് നിങ്ങൾ പതിവായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. കൂളിങ് കൊടുക്കാൻ മറക്കല്ലോ കേട്ടോ. ഞാൻ ഇടയ്ക്ക് മുക്കിയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഐസ് ക്യൂബിനകത്ത് മുക്കണേ. ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്, ഇടയ്ക്കൊന്നും മുക്കുന്നില്ല. എപ്പോഴും ഇവിടെ മുക്കാനായിട്ട് നമ്മൾ മസാജ് കഴിഞ്ഞ് അത്രയും സമയം പോകും. അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് സ്പൂണിൻ്റെ തണുപ്പ് കുറയുമ്പോഴത്തേനും നിങ്ങൾ ഇടയ്ക്കൊന്ന് ഐസ് ക്യൂബിനകത്ത് മുക്കാൻ മറക്കല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ നേരെ പിടിക്കുക. നേരെ പിടിച്ചതിന് ശേഷം നമ്മുടെ ഈ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ കണ്ണിനകത്തോട്ടൊന്നും കൊള്ളരെ തൊട്ട് താഴെ വെച്ചിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. കണ്ണിൻ്റെ ഇവിടെ ഒരു 20 വട്ടം കൊടുക്കണേ. വളരെ സോഫ്റ്റായിട്ട് കണ്ണിൻ്റെ ഇവിടെയൊക്കെ നമ്മൾ ഈ ഐസ് ക്യൂബിലൊന്ന് മുക്കണം. വെള്ളമായിട്ടിരിക്കും ഐസ് ക്യൂബ്. മുക്കിക്കഴിഞ്ഞ് കൊടുക്കുമ്പോൾ നല്ല തണുപ്പാണ്. നമുക്ക് തന്നെ നല്ലൊരു തണുപ്പ് കിട്ടും. തണുപ്പ് കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു സുഖമല്ലേ. ഈ ഒരു മസാജൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടും.
അതാണ് തണുപ്പ് കൊണ്ട് ചെയ്യുന്നതോടെ സ്പൂണ് തണുപ്പാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ മുക്കാൻ പറഞ്ഞത്. അങ്ങനെ 20 വട്ടം കൊടുക്കുക. വീണ്ടും നമുക്ക് ഈ ഒരു മസാജ് വീണ്ടും കൊടുക്കുക. ഇങ്ങനെ ഇത് 20 വട്ടം കൊടുക്കണേ. ഒത്തിരി ഇട്ട് കുത്തരുത്, സോഫ്റ്റായിട്ട് ചെയ്താൽ മതി. ഇങ്ങനെ പിടിക്കുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഭയങ്കര പ്രഷറാണ്. പ്രഷറിലൊന്നുമല്ല ഞാൻ കൊടുക്കുന്നത്, അത്യാവശ്യം ഒരു ചെറിയൊരു പ്രഷറിലേ കൊടുക്കുന്നുള്ളൂ. തന്നെ നമ്മുടെ കവളിനൊരു നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യത്യാസം വരും, നമുക്ക് കാണാം. ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും, ഒരു തുടിപ്പ് നമുക്ക് പെട്ടെന്ന് വരും. ഇനി നമുക്ക് ചെയ്യേണ്ട മസാജ് എന്ന് പറഞ്ഞാൽ സൈഡിലാണോ കൂടുതലും ചുളിവ് വരുന്നത്, അപ്പോൾ അവിടെ തന്നെ നോക്കി വേണം നമുക്ക് മസാജ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക, ഒരു സ്പൂൺ വെച്ചിട്ട് കേട്ടോ. ഇതൊരു 20 വട്ടം ചെയ്യുക. അതുപോലെ ഇതും ഒരു 20 വട്ടം ചെയ്യുക. നമ്മുടെ നെറ്റിയിൽ ഇങ്ങനെ ചെയ്യുക. ഓയിൽ തേച്ചേക്കുന്നത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഐസിങ് മുക്കാൻ മറക്കല്ലേ. ഞാനിപ്പോൾ ഐസിങ് മുക്കുന്നില്ല, കാരണം സമയം പോവും. സമയം ഒത്തിരി നീണ്ടു പോകുന്നതുകൊണ്ടാണ് ഞാൻ മുക്കാത്തത്. നിങ്ങളത് മുക്കി തണുപ്പിച്ചിട്ട് വേണം, ഇടയ്ക്കിടയ്ക്ക് തണുപ്പ് മാറുമ്പോൾ നിങ്ങൾ സ്പൂണ് തണുപ്പിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. വീണ്ടും നമ്മൾ കഴുത്തിൽ കൊടുക്കുക. കറക്റ്റ് സ്പൂൺ ഇങ്ങനെ കറക്റ്റ് പിടിക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ചെയ്യണം. ഇത്തെ ചുളിവൊക്കെ മാറാൻ നല്ലതാണ്. വീണ്ടും ഇവിടുന്ന് ഒരു 20 വട്ടം ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ എന്താ ഒരു തുടിപ്പ് നമുക്ക് തോന്നും ചെയ്ത് കഴിയുമ്പം തന്നെ. ഇനി നമുക്ക് ഈ സ്പൂൺ അങ്ങ് മാറ്റി വെക്കാം. നമ്മൾ സ്പൂണെല്ലാം മാറ്റി വെച്ചു. നമ്മുടെ മസാജൊക്കെ റെഡിയായി. നമുക്ക് നല്ലൊരു എന്തോ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് ഈ ഒരു മസാജ് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വേർക്കും. അത് വേർത്തോട്ടെ. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം, നമുക്ക് ഈ ഒരു കൈ വെച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഓയിലിൻ്റെ ഇതിലെല്ലാം എണ്ണയൊക്കെ അബ്സോർവ് ചെയ്തിട്ട് നമ്മുടെ എന്താ പറയുക, ആ ഒരു വേർപ്പ് തുള്ളികൾ ഇങ്ങനെ വരാൻ തുടങ്ങുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് ഓയിൽ നമ്മുടെ ആ ഒരു പോഴ്സിലൂടെ ഓയിൽ അബ്സോർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും മേക്കപ്പോ കാര്യങ്ങളോ നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതെല്ലാം റിമൂവ് ചെയ്തിട്ട് വേണം ഈ നമ്മുടെ ഈ പാലും ഇതിൻ്റെ മിക്സ് എല്ലാം കൂടെ തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി കണ്ണെഴുതിയൊക്കെ മാത്രമേ മുഖത്തൊന്നും തേച്ചിട്ടില്ലായിരുന്നു. മുഖമെല്ലാം കഴുകിയിട്ട് ജസ്റ്റ് വന്നിരുന്നതാണ്, മുഖത്തൊന്നും തേച്ച് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ക്ലീൻ ചെയ്ത് കാണിക്കാൻ. അപ്പോൾ ഇതൊരു 1 മിനിറ്റ് നമ്മൾ ചെയ്യണേ. 1 മിനിറ്റ് നന്നായിട്ട് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് ഒരുപാട് അങ്ങനെ അടിക്കുകയല്ല, നന്നായിട്ടൊരു ടാപ്പിംഗ് പോലെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കണം. നമുക്കൊരു സുഖം കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഫീൽ വരും. ആ ഒരു രീതിയിലാണ് നമ്മൾ ടാപ്പ് ചെയ്യാവുള്ളൂ. ഒരു 1 മിനിറ്റ് ടാപ്പ് ചെയ്യാവേ. ഞാൻ കാണിക്കുന്ന പോലെ തന്നെ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടാനുള്ള ഒരു മസാജാണ് ഈ ഒരു ടാപ്പിംഗ് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒരു മസാജ് ടാപ്പിംഗ് കൊടുക്കാം. എല്ലാം കൂടെ 1 മിനിറ്റ് മതി കേട്ടോ. ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ 1 മിനിറ്റ് മതി. അതിനനുസരിച്ച് നോക്കി ചെയ്യണേ. ഇനി നമുക്കൊരു അടുത്ത ഒരു ഇതാണ്, ഇങ്ങനൊരു മസാജ് കൊടുക്കാം. ഈ കൈകളെല്ലാം കൂടെ പിടിച്ചിട്ട് ഇങ്ങനെ ഇതൊരു 1 മിനിറ്റാണ്. അതിനുശേഷം നമുക്കിനി ചെയ്യേണ്ടത് പിഞ്ചിങ് പിച്ചി ഉള്ളൊരു മസാജാണ് ചെയ്യുന്നത്.
നേരത്തെ ഒരെണ്ണത്തിനകത്ത് കാണിച്ചിട്ടുള്ളതാണ്. ഇതും ഒരു മിനിറ്റ് നമുക്ക് ചെയ്യണം. മൊത്തം ഫേസ് എല്ലാം കഴുത്തിലും വേണം ചെയ്യാം. എല്ലാം കൂടെ 1 മിനിറ്റ്. ഒരുപാട് പിടിച്ച് പിടിക്കണ്ട, സോഫ്റ്റായിട്ട്. അതുപോലെ തന്നെ ഈ കഴുത്തിനോട് നമ്മൾ ഒരു മസാജും കൊടുക്കാറില്ലല്ലോ, വെറുതെ ഇങ്ങനെ ഇരിക്കുമല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ മസാജ് കൊടുക്കുമ്പോൾ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പോൾ ഇതുപോലെ 1 മിനിറ്റ് ചെയ്യുക. ഇത് വീണ്ടും നമ്മൾ അവസാനമായിട്ട് ഒന്ന് ടാപ്പ് ചെയ്യുക. ഒന്ന് 1 മിനിറ്റ് ഒന്നും വേണ്ട, ഒന്ന് സെറ്റാക്കി വെക്കാനായിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ടാപ്പ് ചെയ്ത് ഒന്ന് സെറ്റാക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാജ്. ഇപ്പോൾ ഈ സ്പൂൺ മസാജും ഇതെല്ലാം നമ്മൾ ഡെയിലി കറക്റ്റായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്നാലും 1-2 ആഴ്ച അടുപ്പിച്ച് ചെയ്യണം. അപ്പോൾ തന്നെ നമുക്കൊരു വ്യത്യാസം വരും. പിന്നെ നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ ചെയ്തു പോവുകയാണ്. നമ്മുടെ കവളില്ലാത്ത ആൾക്കാർക്കൊക്കെ നന്നായിട്ട് കവളൊക്കെ ഇപ്പോൾ തന്നെ എനിക്ക് തന്നെ എന്തോ ഒരു ഇവിടെ അങ്ങനെ എന്തോ ഒരു ഫീൽ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ എന്തോ ഒരു ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, ഇവിടെ എന്തോ എടുത്ത് നിൽക്കുന്നോളം തോന്നിക്കും. ഇങ്ങനെ എന്തോ കയറിയിരിക്കുന്നോളം നമുക്കൊരു ഫീൽ ചെയ്യും. അപ്പോൾ അത് തന്നെ ഒരു നല്ലൊരു സൂചനയാണ്. അപ്പോൾ അത് പതിവായി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ലപോലെ വരും. അപ്പോൾ ഈ സ്പൂണിട്ടിങ്ങനെ അമർത്തിയൊന്നും വരയ്ക്കേണ്ട, ഞാൻ കാണിച്ച പോലെ തന്നെ സോഫ്റ്റായിട്ട്. എന്നാൽ ഇച്ചിരി പ്രഷർ കൊടുക്കുകയും വേണം. സ്പൂൺ ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, സോഫ്റ്റായിട്ട് ഈ ഒരു ഓയിൽ ചെയ്തുകൊണ്ട് സോഫ്റ്റായിട്ട് പോകും. ഇപ്പോൾ ഇങ്ങനെയുള്ള ഫേഷ്യൽ ഓയിലൊക്കെ നിങ്ങൾക്ക് കുരുക്കളും കാര്യങ്ങളും വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറയില്ല തക്കാളി നീരോ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട്, ഇതാണ് ഏറ്റവും റിസൾട്ട്. ഇതാണ് ഞാൻ ഈ പറഞ്ഞത്, ഫേഷ്യൽ ഓയിൽ വെച്ചിട്ട് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ എടുക്കാം, അലർജി ഒന്നും ഇല്ലാത്തവർക്കും പിന്നെ കുരുക്കളൊന്നും വരാത്തവർക്കും. ഇല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ എടുക്കാം, ഒലിവ് ഓയിൽ എടുക്കാം, ജോജോബ ഓയിൽ എടുക്കാം. പക്ഷേ ഇതൊക്കെ അലർജി ഉള്ളവർക്ക്, എല്ലാ ഓയിലും അലർജി ഉള്ളതാണെങ്കിൽ നിങ്ങൾ തക്കാളി നീര് എടുത്തിട്ട് ഇതുപോലെ തേച്ചിട്ട് ഇതുപോലെ സ്പൂൺ വെച്ച് മസാജ് കൊടുക്കുക. ഓയിൽ ആപ്ലിക്കേഷനാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് എന്ന് ഞാൻ ഉറപ്പ് തരാം. മറ്റേതൊക്കെ കുറച്ച് പതുക്കെ വരത്തുള്ളൂ. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ചെറുതായിട്ട് എന്തെങ്കിലും ഫേസ് വാഷോ എന്തെങ്കിലും ഇട്ട് നമുക്കൊന്ന് മുഖത്തെ എണ്ണയൊന്ന് കഴുകി കളഞ്ഞേക്കണം. ഓൾറെഡി നമ്മുടെ സ്കിന്നിലോട്ടെല്ലാം അബ്സോർവ് ആയി കഴിഞ്ഞു. പാലും നമ്മുടെ കുങ്കുമപ്പൂവും ഓയിലും എല്ലാം നല്ലതായിട്ട് അബ്സോർവ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ചെറിയൊരു ഫേസ് വാഷ്, എന്തെങ്കിലും മൈൽഡ് പിന്നെ ഹെർബൽ ഫേസ് വാഷോ വീര്യം കുറഞ്ഞ സോപ്പോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഫേസ് ഒന്ന് കഴുകി കളഞ്ഞ ശേഷം നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് കയറി കിടന്നുറങ്ങാം. അപ്പോൾ ഇത് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു മസാജാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ചെയ്തു നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.